ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി മാംഗോ ചീസ് പുഡിങ് കാണിക്കാം. ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ എന്താ പറയുക, ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഉണ്ടായിട്ടില്ല, അത്രയും പെട്ടെന്ന് ഈ പാത്രം കാലിയായി. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇത് ആദ്യം നമുക്കൊരു ജെല്ലി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. മാംഗോ ജെല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആ വെള്ളം തിളക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു പാക്കറ്റ് മാംഗോ ജെല്ലി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇത് കുറച്ച് നേരം അവിടെ മാറ്റി വെക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ജെല്ലി അവിടെ സെറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലോട്ട് ഇതേപോലെ ഇതാ 2 ചീസ് ഉണ്ടല്ലോ ട്രയാങ്കിൾ, അത് 2 പീസ്, 3 ഉണ്ടെങ്കിൽ 3 എടുത്തോ. എൻ്റെ അടുത്ത് ഇപ്പം നോക്കുമ്പോൾ 2 ഉണ്ടായിക്കോളൂ. അങ്ങനെ 2 ചീസ് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇടുന്നത് നെസ്ലെ ക്രീം ഉണ്ടല്ലോ, അതൊരു ടിന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നെസ്ലെ ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പക്ക് ക്രീമോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്രീം എടുത്താലും മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഞാനിപ്പോൾ ഒരു 1/2 ടിന്നിൻ്റെ അടുത്ത് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം നോക്കിയിട്ട് അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, ഞാനപ്പോൾ അതൊരു മാംഗോ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. മാംഗോ മധുരം കുറച്ച് കുറവായതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല്, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജെല്ലി ഉണ്ടല്ലോ അതിൽ നിന്നൊരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പുഡിംഗ് ട്രേയിൽ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് സ്പഞ്ച് കേക്ക് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേക്ക്, അല്ലെങ്കിൽ കേക്ക് ഇല്ലെങ്കിൽ നല്ല സ്വീറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, സ്വീറ്റ് മിൽക്ക് ബ്രെഡ്, അങ്ങനെ അതായാലും മതി. ബ്രെഡോ കേക്കോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ളത് കൊണ്ട് എന്താ പറയുക, ഈ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഒരു ലെയർ ഇതേപോലെ കേക്കും അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് ലെയർ ബ്രെഡ് വെക്കുന്ന. പിന്നെ കേക്കിൻ്റെ മേലെ നമ്മളിതാ കുറച്ച് ഇളം ചൂടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഈ കേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാൻ എല്ലാം എന്താ പീസെല്ലാം വെച്ചിട്ട് ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. പാൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് എത്തണം. അതൊന്ന് സോക്ക് ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ക്രീം ഉണ്ടല്ലോ, ക്രീം മിക്സ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതും എല്ലായിടത്തും എത്തണം. എന്നിട്ട് ഇത് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് കുറച്ചൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ഞാനിപ്പോൾ സെക്കൻഡ് ലെയർ വെക്കുന്നത് ബ്രെഡാണ്. ഞാൻ പറഞ്ഞല്ലോ രണ്ടും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് തന്നെ വെച്ചിട്ടും ചെയ്യാം, എങ്ങനെ വെച്ചാലും അടിപൊളി തന്നെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ മേലെ സെക്കൻഡ് ലെയർ ബ്രെഡും വെച്ച് ബാക്കിയുള്ള ക്രീമും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഇതാ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസസും വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മേലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ജെല്ലി ഉണ്ടല്ലോ, ആ ജെല്ലി സെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് പകുതി എന്താ പറയുക റെഡി ആകുമ്പോഴേക്ക് ജെല്ലി ആക്കിയാലും മതി. ഇട്ട ജെല്ലിയും കൂടി ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തണുക്കണം. ഞാനിപ്പോൾ ഒരു രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ എടുക്കുന്നത്, പക്ഷെ രാവിലെ എടുക്കുമ്പോഴേക്ക് തന്നെ അതിൻ്റെ എന്താ പറയുക പകുതിയും തീർന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ പോലും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പം ഇതാ ജെല്ലിയും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു വലിയ ട്രേയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയുക മര്യാദയ്ക്ക് ഒഴിക്കാൻ പറ്റും. ഞാൻ എടുത്ത ട്രേ കുറച്ച് ചെറുതായി പോയതുകൊണ്ടാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും നല്ലോണം തണുത്തെല്ലാം ഒന്ന് സെറ്റായിട്ട് എടുത്തിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസ് എടുക്കാനൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല, അപ്പം തന്നെ അത് പാത്രം കാലിയായി. ലാസ്റ്റ് ഞാനിതാ കുറച്ചുള്ളതൊന്ന് സേവ് ചെയ്തേരോ അതൊന്നും എടുത്തതാണ്. കണ്ടില്ലേ, നല്ല സെറ്റായിട്ടുണ്ട്, നല്ല അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.